ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞാൻ വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന തന്തൂരി ചിക്കനാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. 3 വലിയ പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലാം കഴുകി റെഡിയാക്കി വെച്ചേക്കണതാണ്. ഇതൊന്ന് ചെറുതായിട്ട് വരഞ്ഞെടുക്കാം. അതിനുവേണ്ടി 4 സ്പൂൺ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, സാദാ മുളക് പൊടി 1 സ്പൂണ്, ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, 1 സ്പൂൺ ചിക്കൻ മസാല, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ടൊമാറ്റോ കച്ചപ്പ്, 1 സ്പൂൺ ചില്ലി സോസ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ജീരകം പൊടിച്ചത്, ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തത് ചിക്കനിലേക്ക് നന്നായിട്ട് പുരട്ടി കൊടുക്കാം. ഇപ്പം എല്ലാം പുരട്ടി വെച്ചു. ഇനി ഇത് 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ബാക്കിയുള്ള മസാല കളയണ്ട, ഇത് ലാസ്റ്റത്തേക്ക് ആവശ്യം വരും. പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ നമുക്ക് പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഈ കുറച്ച് വെച്ച് മൂടി വെച്ച് വേവിക്കാം. ഈ മൂടി എടുത്തൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം. ചിക്കൻ ഒന്നോടെ മറിച്ചിട്ട് കൊടുത്തു. ചിക്കൻ വേവുന്നത് വരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. ഇതുപോലെ കരിഞ്ഞു വന്ന മസാലയൊക്കെ നമ്മൾ ഈ ചിക്കൻ്റെ അകത്തേക്ക് എടുത്ത് തേച്ച് കൊടുത്താൽ മതി. വന്ന മസാലയിൽ ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്യാം. മസാല ചിക്കനിലേക്ക് പറ്റി കൊടുക്കാം. 20 മിനിറ്റ് നേരമായി നമ്മൾ വേവിക്കാൻ വെച്ചിട്ട്. ഇപ്പോൾ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. വെച്ചിട്ട് കൊടുക്കാം. മസാല പറ്റി കൊടുക്കാം. ബട്ടർ കുറവാണെന്ന് തോന്നിയാൽ 1 സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്താൽ മതി. ചുറ്റുള്ള മസാലയൊക്കെ ചിക്കനിലേക്ക് തേച്ച് കൊടുക്കാം. മസാല തൂത്തതിന് ശേഷം നമ്മൾ തിരിച്ച് മറിച്ച് ഒന്നോടെ ഇട്ട് കൊടുക്കണം. ഇതിനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ലേശം കസ്തൂരി മെത്തി ഇട്ട് കൊടുക്കാം. പീസ് ഇട്ട് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇഷ്ടമുള്ളവർ മാത്രം ഇട്ട് കൊടുത്താൽ മതി. മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മെൽറ്റാവാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെക്കാം. എടുക്കാം. വെന്ത് വന്ന 2 പീസും പ്ലേറ്റിലേക്ക് മാറ്റി നമുക്ക് അടുത്ത പീസും കൂടെ റെഡിയാക്കി എടുക്കാം. 1 പീസും കൂടെ ഉണ്ടായിരുന്നത് അടപ്പത്ത് വെച്ചു. തന്തൂരി ചിക്കൻ റെഡിയായി. ഗ്രില്ലും ഓവനും ഒന്നും ഇല്ലാതെ പാനിനകത്ത് നമുക്ക് തന്തൂരി ചിക്കൻ ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ ചെയ്യണേ. ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.